നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനത്തിലിരിക്കുകയാണ്. പ്രധാനമന്ത്രി വിവേകാനന്ദപ്പാറയിൽ ധ്യാനത്തിനെത്തുന്നു എന്നറിഞ്ഞ നിമിഷം തന്നെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. ആ ധ്യാനത്തിനെതിരെ പരാതി നൽകുകയും ചെയ്തു. ഏതായാലും ധ്യാനം തലക്കെട്ടുകൾ പിടിച്ചടക്കിയിരിക്കുന്നു എന്നത് ഒരു വശത്തു നിന്ന് നോക്കുമ്പോൾ വ്യക്തമാണ്. എന്നാൽ ധ്യാനം വിവാദമായിരിക്കുന്നു എന്നതാണ് മറുവശത്ത് നിന്ന് വ്യക്തമാകുന്നത്. നരേന്ദ്രമോദിയുടെ ഈ ധ്യാനം ഇത്രമാത്രം വിവാദമാക്കേണ്ട ഒരു വിഷയമാണോ എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. മഞ്ചേരിയിൽ നിന്ന് ശ്രീ മുഹമ്മദാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ മുഹമ്മദിന് എന്ത് തോന്നുന്നു? ഇത് ഒരു വിവാദമാക്കേണ്ട ഒരു വിഷയമാണോ? ഇത്രമാത്രം വിവാദങ്ങൾ ഇതിന് പുറകെ വരേണ്ടതുണ്ടായിരുന്നു? നമസ്കാരം സാറേ. നമസ്കാരം. അപ്പോ ഇപ്പോ നമ്മളെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇപ്പോ തിരുവനന്തപുരത്ത് ധ്യാനത്തിന് വന്നിട്ടുണ്ട്. കന്യാകുമാരി ധ്യാനത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് മുമ്പ് പല പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. അന്നൊന്നും അവിടെ പോയിട്ടില്ല. പിന്നെ ഈ ധ്യാനത്തിന് ഹജ്ജിന് ഈ പിന്നെ ശബരിമലക്ക് ആ വേറുള്ള സ്ഥലത്തൊക്കെ പോയാല് പിന്നെ ഞങ്ങളിതില് ഭീമാപള്ളി മറ്റേ പള്ളി വേറുള്ള കുറെ പള്ളി ഉണ്ട്. അവിടേക്കൊക്കെ പോയാല് അവനാന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും അവനാന്റെ കാര്യങ്ങൾ നേടാനുമാണ്. അപ്പോ ഞാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കുട്ടികൾക്കും എന്റെ കുടുംബത്തിനും നല്ലത് വരുത്തണേ പടച്ചതമ്പുരാനെ എന്ന് പറഞ്ഞാണ് ഞാൻ പോവുക. അപ്പൊ ഇപ്പൊ ഇവിടുന്ന് നമ്മളെ ഇലക്ഷൻ 4-ാം തീയതിയാണ് പ്രഖ്യാപിക്കുന്നത്. ഇനി ഒരു 1-ാം തീയതി ഉണ്ടാകുന്നതാണ്. അപ്പൊ അതും കൂടിയൊക്കെ റെഡിയായി കിട്ടിയിട്ട് നമ്മളെ ബഹുമാനപ്പെട്ട മോദിക്ക് അത് പിന്നെ അവിടെയും കൂടിയും കിട്ടാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് പോയിട്ടുള്ളത്. അതായത് ഞങ്ങളൊക്കെ പോണത് അങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും നിവൃത്തിയാക്കി തരണമേ തമ്പുരാനെ എന്ന് പറയും. അതേപോലെ മോഡി സാറും പറയണത് അതേ ഇക്കാരം. അല്ലാതെ ഇപ്പൊ പിടിച്ചൊരു പോക്ക് അവിടെ ഉണ്ടാകാൻ സാധ്യത ഇല്ലല്ലോ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം സാറേ. യെസ്, വളരെ വ്യക്തം. രാധാകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ ചാത്തന്നൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ എങ്ങനെ കാണുന്നു? ശ്രീ മുഹമ്മദ് കണ്ടതുപോലെ ഇതൊരു തെരഞ്ഞെടുപ്പിന് സമയത്ത് നടത്തുന്ന ഒരു നീക്കമായാണോ ശ്രീ രാധാകൃഷ്ണൻ കാണുന്നത്? അതോ സ്വാഭാവികമായി പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസപ്രകാരം ധ്യാനത്തിന് പോയി എന്നാണോ മനസ്സിലാക്കുന്നത്? ഇന്നലെയും നമ്മൾ ഈ വിഷയമാണ് ചർച്ച ചെയ്തത്. പക്ഷേ എനിക്ക് പൂർണ്ണമാക്കാൻ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ലൈവ് അവിടെ തുടങ്ങിയതുകൊണ്ട് അത് പെട്ടെന്ന് പരിപാടി ഇടയ്ക്ക് നിർത്തിയോണ്ട് എനിക്ക് പൂർണ്ണമായും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇതിനകത്ത് ഈ വിഷയത്തിൽ ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന്, അദ്ദേഹം ഏറ്റവും ഒടുവിൽ, ഞാൻ ഇന്നലെ അത് സൂചിപ്പിച്ച് വന്നപ്പോഴാണ് പരിപാടി തീർന്നത്. അപ്പൊ ഏറ്റവും ഒടുവിൽ ഈ 10 വർഷത്തിന് ശേഷം ഏറ്റവും ഒടുവിൽ അവസാന റൗണ്ട് തെരഞ്ഞെടുപ്പിനായിട്ട് അദ്ദേഹം ഇവിടെ വന്നു നിൽക്കുമ്പോൾ ഈ കേവലം ഒരു ദിവസം, നാളെയാണ് തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടം. അപ്പൊ അദ്ദേഹം തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ 10 വർഷം എന്തെല്ലാം ഗിമ്മിക്കുകൾ, നമ്മുടെ രാമക്ഷേത്രം ഉൾപ്പെടെ, രാമക്ഷേത്രത്തിൽ പോലും അതുകൊണ്ട് നിൽക്കുന്നതല്ല തെരഞ്ഞെടുപ്പ്. ജനങ്ങൾ വളരെ മാറി ചിന്തിക്കുവാൻ തുടങ്ങി. മോഡി കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരുന്നതെല്ലാം സാധാരണക്കാരനെ ലെവലേശം പോലും കണ്ടുകൊണ്ടുള്ള ഭരണം ഒന്നും തന്നെ അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ അവസാന റൗണ്ടിൽ അദ്ദേഹത്തിന് പരാജയം മണത്തത് കൊണ്ടാണ് അദ്ദേഹം ഭഗവാനെ വിളിക്കുവാനായി അവിടെ എത്തിയത്. ആത്മീയമായിട്ടുള്ള ആ ഒരു മാനസിക സാന്ത്വനത്തിന് വേണ്ടി അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത്. നമ്മളൊക്കെ അറിയാമല്ലോ, ഈ രാജ്യത്ത് ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച രാമക്ഷേത്രം കൊണ്ടുപോലും അവിടെ BJPക്ക് ജയിക്കാൻ സാധിക്കുകയില്ല എന്ന് കണ്ടെങ്കിൽ ഹിന്ദുത്വ എന്നുള്ള വടക്കേ ഇന്ത്യൻ ജനതയുടെ ഒരു മതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ബോധം മാറിത്തുടങ്ങി. വടക്കേ ഇന്ത്യയിലാണല്ലോ ഈ സാമുദായികപരമായിട്ടുള്ള ഒരു സ്വാധീനം നമ്മുടെ BJPക്കുള്ളത്. അദ്ദേഹം പരാജയം മണത്തു. വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾ മാറി ചിന്തിക്കുവാൻ തുടങ്ങി. 10 കൊല്ലമായി ഈ മോഡി പല നാടകങ്ങളാണ് കളിച്ചിരുന്നതെന്ന് അവർക്ക് ബോധ്യമായി തുടങ്ങി. ഏതായാലും താങ്കൾക്ക് ഇന്ന് ആവശ്യത്തിന് സമയം കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം കാത്തു നിൽക്കുന്നുണ്ട്, ബാലകൃഷ്ണൻ. ശ്രീ ബാലകൃഷ്ണൻ വടകരയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ബാലകൃഷ്ണന് എന്ത് തോന്നുന്നു? ഈ ധ്യാനം അത് രാഷ്ട്രീയപരമായുള്ള നേട്ടം ലക്ഷ്യമാക്കിയാണോ അതോ അദ്ദേഹത്തിൻ്റെ ആത്മീയമായ അന്വേഷണത്തിൻ്റെ ഭാഗമാണോ? മനു സർ, നമസ്കാരം. നമസ്കാരം.
മോഡിജിയെ നമ്മൾ കാണുന്നതാണ് പല അവസരത്തിലും. അദ്ദേഹത്തിന്റെ മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് അദ്ദേഹത്തിന്റെ ജന്മം. അത് നമുക്ക് എപ്പോഴും കാണുന്ന, അദ്ദേഹം ഇപ്പോൾ ഓരോ പിറന്നാളിനും ഓരോ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോകുമ്പോൾ മാതാവിന്റെ കാല് കഴുകിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. അത് മറ്റൊരു കാര്യം. എനിക്ക് പറയാനുള്ളത്, കവട മതേതര വിശ്വാസികളും കവട വിശ്വാസികൾക്കും ഇത് മനസ്സിലാവില്ല സാർ. പിന്നെ 4-ാം തീയതി 3 ഇനി എത്ര 4 ദിവസമുള്ളത്, 4-ാം തീയതി വരെ ഇവർക്ക് സ്വപ്നം കാണാം വടക്കേ ഇന്ത്യയിൽ മാറുകയാണ്, രാമക്ഷേത്രത്തിന്റെ വഴിയിൽ വോട്ട് കിട്ടില്ല, മോഡി കപടനാണ്, കപട വിശ്വാസിയാണ്, അവസാനത്തെ 57 സീറ്റിന് വേണ്ടിയിട്ടുള്ള ധ്യാനമാണിത്. ഇതൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പറയാനാവില്ല. ശബരിമലയിൽ കയറിയിട്ട് അഴിഞ്ഞാടിയിട്ട് ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാ എന്ന് പറയുന്ന ആൾക്കാരെ പോലെയല്ല മോഡി. മോഡി എപ്പോഴും വിശ്വാസത്തിൽ ദൈവത്തിനാണ്. അത് അദ്ദേഹത്തിന്റെ മാതാവിന്റെ കാൽച്ചുവട്ടിലാണ്. ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് മാതാവാണ് ഓരോരുത്തർക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. അദ്ദേഹത്തിന്റെ മാതാവിന്റെ കാല് കഴുകിയിട്ടാണ് അദ്ദേഹം പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന് ഒരു കാപട്യം ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ അല്ലല്ല, ഒരു സെക്കൻഡ് കൂടി സാർ, 4-ാം തീയതി വരെ നിങ്ങൾക്ക് മനപ്പായസവും വെക്കാം. നിങ്ങൾ പല മലയാളത്തിൽ താങ്കളുടെ ചാനൽ അടക്കം ഇപ്പം പറയുന്ന റേറ്റ് കൂട്ടാൻ വേണ്ടിട്ട് വടക്കേ ഇതാ ഇന്ത്യ മുന്നണി വരാൻ പോകുന്നു, പുലി വരുന്നു. അല്ല അതെന്താണ് ശ്രീ ബാലകൃഷ്ണൻ വടകരയ്ക്ക് അങ്ങനെ തോന്നിയത്? ഞങ്ങൾ ആരെങ്കിലും സാറിനോട് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ സാറിന്റെ ചാനൽ അറിഞ്ഞൂടെ ഇന്ത്യയിൽ ആരാ അധികാരത്തിൽ വരുമ്പോ? അല്ല, അത് ഞങ്ങൾ 7 മണിക്ക് ശേഷം സാറിന്റെ ചാനലും പറയും ഈ NDA മുന്നണി ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷത്തിന് വിജയത്തിലേക്ക് ഭരണത്തിലേക്ക് വരുന്നു. ശ്രീ ബാലകൃഷ്ണൻ എങ്ങനെയാണ് പറയുന്നത്? ഞങ്ങൾ പറയും എന്നൊക്കെ. നിങ്ങൾക്കൊക്കെ മലയാളത്തിലെ മാമാ ചാനലുകൾക്ക് ഇവിടെ റേറ്റ് കൂട്ടണം. ഇവിടുത്തെ വിശ്വാസികളെ നിങ്ങൾക്കറിയാം, ഇവിടുത്തെ വോട്ടർമാരെ നിങ്ങൾക്കറിയാം. അല്ല, ശ്രീ ബാലകൃഷ്ണന് ഈ മാമ എന്നൊക്കെയുള്ള പ്രയോഗം എനിക്ക് വളരെ അത്ര അങ്ങോട്ട്, അത് ബാലകൃഷ്ണനെ പോലെ ഒരാൾക്ക് ചേർന്നല്ല. പക്ഷെ ശ്രീ ബാലകൃഷ്ണൻ, ഒരു മിനിറ്റ് ഞാനും കൂടി പറയട്ടെ. അങ്ങ് വല്ലാതെ ഇത് ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ ചേരിയൊന്നും പിടിച്ചിട്ടില്ല. പക്ഷെ അങ്ങയുടെ അറിവിലേക്ക് ഞാനൊരു കാര്യം പറയാം. 543 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ അവിടെ ഞങ്ങൾക്ക് സ്വന്തം പ്രതിനിധികളുള്ള കേരളത്തിലെ ഏക ചാനലാണ് ന്യൂസ് 18. 543 കോൺസ്റ്റിറ്റ്യുവൻസികളിലെ ഗ്രാമപ്രദേശങ്ങളിൽ പ്രാദേശിക ഇന്ത്യയിലെ മലയാളത്തിലെ ചാനലുകളിൽ 543 കോൺസ്റ്റിറ്റ്യൂഷനിലും അറിയാവുന്ന വിവരങ്ങൾ കിട്ടുന്ന ചാനൽ ന്യൂസ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചാനൽ കാണുന്നതും. പക്ഷെ നിങ്ങൾ മോദിയെ താറടിക്കലോ രാഹുൽ ഗാന്ധിയെ താറടിക്കലോ ഞങ്ങളുടെ നിങ്ങൾക്ക് പ്രശ്നമാണോ അല്ലയോ എന്നല്ല ഞങ്ങളുടെ എന്റെ ബാലകൃഷ്ണൻ, നിങ്ങൾക്ക് പ്രശ്നമാണോ ഇല്ലയോ എന്നുള്ളതല്ല ഞങ്ങളുടെ നിലപാടുകളെ തീരുമാനിക്കുന്നത്. ഞങ്ങൾക്കൊരു നിലപാടുണ്ട്, അത് ഞങ്ങൾ ആ നിലപാടിൽ തന്നെ തുടരുന്നു. ഞങ്ങൾ ആരും മോദി തോൽക്കുമെന്നോ രാഹുൽ ജയിക്കുമെന്നോ ഒന്നും ഞങ്ങൾ എവിടെ പറഞ്ഞിട്ടില്ല. അല്ല, മാറ്റി പറയാൻ അതിന് എന്തെങ്കിലും പറഞ്ഞാലല്ലേ പിന്നെ മാറ്റി പറയേണ്ട കാര്യമുള്ളൂ. നിങ്ങൾ പറയുന്നുണ്ട്, എവിടെ പറഞ്ഞു, എപ്പോൾ പറഞ്ഞു? അല്ല, ഇതൊക്കെ ശ്രീ ബാലകൃഷ്ണൻ സ്ഥിരം ഈ ടെലിവിഷൻ കാണുന്നയാൾ ഇങ്ങനെ ഒരു ഇല്ല ആരോപണം പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നത്? ഞങ്ങൾ പറയും, ഞങ്ങൾ അല്ല ശ്രീ ബാലകൃഷ്ണൻ കേൾക്കുന്നേ, ധരിച്ചു വെച്ചിരിക്കുകയാണ് എല്ലാവരും ഞങ്ങൾക്കെതിരാണ്. ഇപ്പൊ കുറെ ആളുകൾ പാവങ്ങളെ വെറുതെ വലിയാടാക്കരുത്. പാവങ്ങൾ വിശ്വസിച്ചിട്ട് നാളെ INDA വരും, 1 ലക്ഷം രൂപ വെറുതെ കിട്ടും എന്നുള്ള വിശ്വാസം കൊണ്ട് നടക്കൂ. അല്ല, ഞങ്ങൾ ആരെയും ഞങ്ങൾ ഇന്ന ആളുകൾ അധികാരത്തിൽ വരുമെന്നോ ഇന്ന ആളുകൾ അധികാരത്തിൽ പുറത്തു പോകുമെന്നോ ഞങ്ങൾക്കും കേരളത്തിലെ രാഷ്ട്രീയത്തിനോട് താല്പര്യമൊക്കെ ഉണ്ട്. അതൊക്കെ ഓക്കെ സാർ, ഓക്കെ. ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്നൊക്കെ ഉള്ളത് ബാലകൃഷ്ണന്റെ തെറ്റായ ധാരണകളാണ്. എനിക്ക് തോന്നുന്നത് ആ നിഷ്പക്ഷത ഉള്ളതുകൊണ്ടാണ് പ്രവൃത്തി. യെസ്, താങ്ക് യു വെരി മച്ച്. യെസ്, അൽത്താഫ് എരുമേലിയിൽ നിന്ന് ഞങ്ങൾക്കൊപ്പം ചേരുന്നു. ശ്രീ അൽത്താഫിന് എന്ത് തോന്നുന്നു? ഇത് കപട നാടകമാണോ അതോ യഥാർത്ഥമായ അദ്ദേഹത്തിൻ്റെ ഒരു ധ്യാനമാണോ? സാർ, ഇപ്പൊ വിളിച്ച കോളർ ഒരു പരാമർശം നടത്തുന്നുണ്ടായി, കപട മതേതരവാദികൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ മറ്റൊരു പരാമർശം മാമാ മാധ്യമങ്ങളാണ്. ഇത് രണ്ടോടും ഞാൻ പൂർണ്ണമായി വിയോജിക്കുകയാണ്. എനിക്ക് വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായമാണുള്ളത്. എനിക്ക് ഈ തന്നെ ഈ തലക്കെട്ടിനോടുള്ള ഒരു വിയോജിപ്പ് ഞാൻ അറിയിക്കുകയാണ്. മോദിയുടെ ധ്യാനം വിവാദമാക്കണമെന്നാണ് നമ്മുടെ തലക്കെട്ട്, അല്ലേ? ഇതാണ് നമ്മളത്ര നിഷ്കളങ്കമായിട്ട് ന്യൂസ് 18 ഇങ്ങനെ കണ്ടാൽ മതിയോ? ന്യൂസ് 18 ഇന്നലെ ന്യൂസ് 18 ചാനലില്, യൂട്യൂബ് ചാനലിലാണെങ്കിൽ ഈ മോദിയുടെ ധ്യാനത്തിന് വളരെ നിങ്ങൾ കൊട്ടി ആഘോഷിച്ച് അത് കൊടുത്തോണ്ടിരിക്കുകയാണ്. 5 ലൈവാണ് ഇന്നലെ മോദി തിരുവനന്തപുരത്ത് വന്ന സമയത്ത് തന്നെ 5 ലൈവാണ് ന്യൂസ് 18 ചാനലിൽ നിന്ന് പൊക്കോണ്ടിരിക്കുന്നത്. മറ്റൊരു രാഷ്ട്രീയ നേതാവിനും കൊടുക്കാത്ത അത്രമേൽ ഉള്ള ഒരു പുഷ് മോദിക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത് വരുമ്പോ വാർത്തയല്ലേ അത്, നമ്മൾ വാർത്ത. അതെ അതെ
അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യമുണ്ട്, മറ്റൊരു നേതാവ് ഇപ്പൊ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വിദേശത്ത് പോയി. നിങ്ങൾ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന തുവാലയുടെ വരെ ചെലവെടുത്ത് അത് നിങ്ങൾ കീറി മുറിക്കും. അദ്ദേഹത്തിന്റെ സ്വന്തം സ്വകാര്യ യാത്രയാണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓഡിറ്റ് ചെയ്തു. മോദി ഇവിടുത്തെ ധ്യാനത്തിന് വരുന്നു. നമ്മളത് ഇത്ര നിഷ്കളങ്കമായിട്ട് എങ്ങനെയാണ് കാണുന്നത്? വിവേകാനന്ദ പാറയിൽ വന്നിരുന്ന മോദി നടത്തുന്ന ഇത്ര നിഷ്കളങ്കമായിട്ടൊരു നീക്കമാണോ? വിവേകാനന്ദനെ സംഘപരിവാറും BJPയും ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി, ഗാന്ധിജിയുടെ ജീവിതം 1982 പുറത്തിറങ്ങിയ സിനിമയിലൂടെ ലോകം അറിഞ്ഞു എന്ന് പറഞ്ഞയാളാണ് ഈ നരേന്ദ്രമോദി. അത് നമ്മൾ ചർച്ച ചെയ്യണ്ടേ? അങ്ങനെ ഗാന്ധിയുടെ ജീവിതം സിനിമയിലൂടെ അറിഞ്ഞ എൻ്റയർ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായിട്ടുള്ള നരേന്ദ്രമോദി, അദ്ദേഹം 150 ക്യാമറയുടെ കൂടെയാണ് ഈ ധ്യാനത്തിന് പോകുന്നത്. 150 ക്യാമറ സ്റ്റാർട്ട് ആക്ഷൻ കട്ട് എന്ന രീതിയിലാണ് ധ്യാനം ചെയ്യുന്നത്. അതിനൊന്നും നമ്മുടെ ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും ഒന്നും ഒരു ചോദ്യം ഇല്ലെങ്കിൽ അത് മാത്രമേ ഞാൻ ഇവിടെ ശ്രദ്ധയപ്പെടുത്തുന്നു. ഇത് അൽത്താഫ് പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടു. പക്ഷേ സ്വാഭാവികമായി ആളുകൾ പോകുമ്പോൾ നമ്മൾ ആ വാർത്ത കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് അത് കാപട്യമാണ് അല്ലെങ്കിൽ ശരിയാണ് എന്ന് പറയാനുള്ള അധികാരം ഒരു മാധ്യമത്തിനും ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രധാനമന്ത്രി ധ്യാനത്തിന് വരുന്നു, ഇത് നമ്മൾ കൊടുക്കുന്നു. അൽത്താഫിനെ പോലുള്ള പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഇത് എന്താണ് എന്ന്. അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ശരിയാണെന്ന് വിശ്വസിക്കാം, തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് തെറ്റാണെന്ന് വിശ്വസിക്കാം. ഇപ്പോൾ ഈ ധ്യാനത്തിന് പോകലോ ഇങ്ങനെ മതപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാൾ മാത്രമല്ല പ്രധാനമന്ത്രി. ഇപ്പോൾ നമ്മുടെ AM ആരിഫ് അദ്ദേഹം മണ്ണാർശാലയിൽ പോയി 100 പാലും കൊടുത്തു. അതേസമയം ശശി തരൂർ അദ്ദേഹം പോയി ഈദ്ഗാഹിൽ പങ്കെടുത്ത് നിസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. സുരേഷ് ഗോപി കുരുത്തോല പിടിക്കുന്നു. ഇതൊക്കെ ഞങ്ങൾ വാർത്ത കൊടുക്കുന്നു. നിങ്ങൾക്ക് തീരുമാനിക്കാം അത് ശരിയാണോ, യഥാർത്ഥ മതേതരത്വത്തിൻ്റെയോ മതവിശ്വാസത്തിൻ്റെയോ ഭാഗമാണോ, അതോ അത് എന്താണ് രാഷ്ട്രീയ നീക്കമാണോ എന്നൊക്കെ ഉള്ളത് ജനങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ ആ വാർത്തകൾ കൊടുക്കുക എന്നുള്ള. അപ്പം പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ വരുന്നു, അവിടെ 100 കണക്കിന് നിയന്ത്രണങ്ങൾ വരുന്നു, 12,000 പോലീസിൻ്റെ സുരക്ഷാ സംവിധാനം വരുന്നു, മത്സ്യത്തൊഴിലാളികൾക്ക് നിയന്ത്രണങ്ങളുണ്ട്, സന്ദർശകർക്ക് നിയന്ത്രണങ്ങളുണ്ട്, മോദിയെ കാണാൻ നിരവധി ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ അതൊരു ഒരു സംഭവമാണ്. ആ സംഭവത്തെ വാർത്തയാക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പം മുഖ്യമന്ത്രി ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അതേ പ്രാധാന്യത്തോടു കൂടി കൊടുക്കേണ്ടി വരും. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിലാണ്. അപ്പോൾ അത്രേ അതിനെ ഞങ്ങൾക്ക് കാണാനുള്ളൂ. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഒരു വിലയിരുത്തൽ നടത്താം. അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ചാനലിൽ ഇന്നലെ 5 or 6 ലൈവാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നത്. അതെല്ലാം വൺ സൈഡഡ് ആയിട്ടാണ്. ഇദ്ദേഹത്തെ കൂടുതലായി ഗ്ലോറിഫൈ ചെയ്യുന്ന, അദ്ദേഹത്തെ കൂടുതലായി വെളുപ്പിച്ചെടുക്കുന്നതാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയിൽ നല്ല മുഖ്യമന്ത്രി ഇവിടുന്ന് വരുന്നു, ആളുകളെ കാണുന്നു, നമ്മൾ വെളുപ്പിച്ചെടുക്കലാണോ? നമ്മൾ ആ സംഭവം പറയുന്നു. അപ്പം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ കള്ളത്തരമാണ് എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല അൽത്താഫ്. അത് ഇപ്പോൾ എല്ലായിടത്തും ഈ യാത്ര നടത്തിയില്ലേ, അപ്പോൾ അവർ വരുന്ന ആ വിവരം, ഇതാ മുഖ്യമന്ത്രിയുണ്ട്, ഇന്ന ആളുകളുണ്ട്, ഇത്ര പേരുണ്ട്, ഇത്ര ആളുകളെ കണ്ടു, ഇത്ര കാര്യങ്ങൾ ചർച്ച ചെയ്തു, അതിൽ ഇന്ന കാര്യങ്ങൾ നേട്ടമുണ്ട്. ഇത് വെളുപ്പിച്ചെടുക്കലല്ല, ഇത് നമുക്ക് അവിടുത്തെ ആ കാര്യങ്ങൾ പറയുകയാണ്. ഇതിൻ്റെ നിലപാട് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. നമ്മൾ ആ വിഷയം മാത്രമേ അവിടെ വെക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ശരിയായ കാര്യം. അത് അങ്ങനെയും അൽത്താഫ് കാണണം. അല്ലാതെ നമ്മൾ അവിടെ വന്നതിന് ശേഷം നമ്മളൊരു സന്യാസ പരിവേഷമാണ് ന്യൂസ് 8 ഞാൻ മറ്റൊരു ചാനലിൽ ഇത്രയും കൂടുതലായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. ആണോ? എല്ലാ ചാനലുകളും യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ കുറെ കൂടെ വിസിബിൾ ആണ്. അത്രേ ഉള്ളൂ. യൂട്യൂബിൽ ഞങ്ങൾ കുറെ കൂടെ വിസിബിൾ ആണ്. ആളുകൾ അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഒരു നാഷണൽ വൈഡായിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ ആളുകൾ ആവശ്യപ്പെടുന്നത് യൂട്യൂബിലൊക്കെ അങ്ങനെയാണ്. കൂടുതൽ ആളുകൾ കാണുമ്പോഴാണ് അത് കൂടുതൽ വൈറലാകുന്നത്. അപ്പോൾ അത് നമ്മൾ വെളുപ്പിക്കലല്ല, കൂടുതൽ ആളുകൾ കാണുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഒരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ കൂടുതൽ ന്യൂസ് 18 ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഏതായാലും അൽത്താഫിൻ്റെ അത് എനിക്ക് തോന്നുന്നത് തെറ്റിദ്ധാരണയാണ്. നമുക്ക് മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും ഒക്കെ നമ്മളുടെ പ്രധാനമന്ത്രി നമ്മളുടെ മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്നെ കാണുന്നു. അതിനൊപ്പം രാഷ്ട്രീയ കാര്യങ്ങൾ ചിലത് ഞങ്ങളുടേതായ നിലപാടുള്ളിടത്ത് ഞങ്ങളുടെ നിലപാട് പറയും, അല്ലാത്തടത്ത് അത് പൊതുജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ അൽത്താഫുമായി കൂടുതൽ നേരം സംസാരിച്ചു എന്നാണ്. ഏതായാലും വളരെ സന്തോഷം അൽത്താഫ് വിളിക്കുകയും ഇതൊക്കെ പറയാൻ അവസരം നൽകുകയും ചെയ്തതിന്. പ്രദീപ് എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രദീപിന് എന്ത് തോന്നുന്നു? അമിത പ്രാധാന്യം കിട്ടുന്നുണ്ടോ നരേന്ദ്രമോദിയുടെ ധ്യാനത്തിന്? നമസ്കാരം സാർ. നമസ്കാരം. ഞാനൊരു വൈകുന്നേരം ഈ കാപ്പ് പിടിക്കുന്ന സമയമാകുമ്പോഴാണ് ഇത് കാണാൻ വരുന്നത്. കാരണം ഇത് ഈ കട്ടൻ ചായയും പരിപ്പ് വടയും അതിന്റെ കൂടെ ന്യൂസ് 18 ചാനലിന്റെ പൊതുവേദിയും കൂടെ ആവുമ്പോൾ നമ്മുടെ ദിവസം സൂപ്പർ. പിന്നെ ഈ നവലിബറൽ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സോഷ്യലിസം
പിന്നെ ജനാധിപത്യം, മതേതരത്വം, സാഹോദര്യം, ഇതെല്ലാം കൂടെ ഞങ്ങൾ വളരെ വളരെ കൃത്യമായി ഭരിക്കുന്നതിന്റെ ഗുണഫലമായിട്ട് ഏതാണ്ട് 8 വർഷം കേരളത്തിൽ ഞങ്ങൾ ഭരിച്ചു. അതിന്റെ ആ ഗുണം കണ്ട് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഞങ്ങൾ മത്സരിക്കുന്നത് 7 സ്ഥലത്താണ്. പക്ഷെ ഞങ്ങൾക്ക് ഇന്ത്യയിൽ 540 സ്ഥലങ്ങളിൽ മിക്കവാറും ഞങ്ങൾ ജയിക്കാനുള്ള സാധ്യതകളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് വിചാരിച്ചിരിക്കുന്ന ചില എന്താ പറയുക, പൊട്ടക്കിണറ്റിന്റെ തവള പോലെ സംസാരിക്കുന്ന ആൾക്കാരോട് കേൾക്കുമ്പോഴേ ഈ ചായ വെച്ചിട്ട് പോയാൽ എന്തേന്ന് ആലോചിക്കാറുണ്ട്. എങ്കിലും സാറ് നാളെ മുതൽ പ്രധാനമന്ത്രി മോദിയുടെതൊക്കെ ഒരു തവണ കാണിച്ചാൽ മതി, 5 തവണ ഒന്നും കാണിക്കരുത്. കാര്യം അറിയോ? ഹലോ, കേൾക്കുന്നു. നമുക്കത് ഭയങ്കര അരോചകമായിപ്പോ. കാരണം മോദിയാണല്ലോ, സംഘി മോദിയൊക്കെ ആവുമ്പോ കാണാൻ പലർക്കും ഭയങ്കര വിഷമമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നാളെ ഒരു തവണ വേണമെങ്കിൽ ഒരു 1.5 തവണയൊക്കെ കാണിക്കാം. എന്റെ പൊന്ന് സാറേ, ഈ അദ്ദേഹം എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഇവിടെ കിടക്കുന്ന ആൾക്കാരാണോ? അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് അയാൾ ചെയ്യട്ടെ. അത് അയാളൊരു മറ്റൊരു മതത്തിന് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ മതത്തിന് ഇഷ്ടമുള്ള കാര്യം അദ്ദേഹം ചെയ്യാൻ പോകുന്നു. അതിന് മറ്റുള്ളവർക്ക് എന്താണ് കുഴപ്പം? ഞാൻ ഒരിക്കലും എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. പിണറായി വിജയൻ ടൂറ് പോയാൽ അത് അദ്ദേഹത്തിന്റെ കാര്യം, സ്വന്തം പൈസയ്ക്കാണെങ്കിൽ. ജനങ്ങളുടെ പൈസയ്ക്കാണ് പോകണമെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും. സ്വന്തം പൈസയ്ക്ക് പോകണമെങ്കിൽ ആരാണ് ചോദ്യം ചെയ്യുന്നത്? മോദി സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം വിശ്വാസത്തിനനുസരിച്ച് അദ്ദേഹം പോയി അവിടെ ഇരിക്കുന്നു. അതിലിവിടെ ആർക്കാണ് കുഴപ്പം? എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ റിസൾട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് പറ്റുമെങ്കിൽ വിളിച്ചാൽ കിട്ടുമെങ്കിൽ നമുക്ക് അന്ന് കാണാം ഈ ആവേശവും ഈ ടർബോയും ആർഭാടവും ഒക്കെ അന്നൊക്കെ എല്ലാവരും കാണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അക്കാലം ചുരുക്കുന്നു. നന്ദി. വ്യക്തമാണ് ശ്രീ പ്രദീപിന്റെ വാക്കുകൾ. ജയതിലകൻ തൃശ്ശൂരിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ ജയതിലകൻ, തൃശ്ശൂർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ തൃശ്ശൂർ പുതുക്കാട്. ശ്രീ ജയതിലകന് എന്ത് തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ ധ്യാനത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടെന്ന് കരുതുന്നുണ്ടോ? അതോ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമായി കാണേണ്ടതുണ്ടോ? ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിനെ വളരെയധികം അഭിനന്ദിക്കുന്നു. ഇന്ത്യയുടെ സംസ്കാരമാണ്. ഞാൻ 92 ഡിസംബറിൽ ബാബറിൽ ശ്രീരാമക്ഷേത്രത്തിൽ പോയതാ. ഡിസംബർ 6-ാം തീയതി. 4-ാം തീയതി അവിടെ എത്തി. ഞാൻ 8-ാം തീയതി അവിടെ നിന്ന് പോകുന്നത്. ഇന്ന് അവിടെ പൂർണ്ണമായിട്ട് ആ ക്ഷേത്രം പണി കഴിഞ്ഞു. അത് എന്റെ വിശ്വാസം. ഞാനൊരു ഹിന്ദു ആണെന്നുള്ള എന്റെ അഭിമാനം. എനിക്ക് മക്കയിൽ പോകാൻ പറ്റില്ലേ? മദീനയിൽ പോകാൻ പറ്റില്ലേ? എനിക്ക് ഇന്ത്യയിലുള്ള ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റുള്ളൂ. അതിന്റെ പേരില് ഈ കാണുന്ന ജൽപ്പനങ്ങൾക്കൊന്നും ഒരു വിലയില്ലേ? വ്യക്തമാണ് ശ്രീ ജയതിലകൻ. മോദിയുടെ ചരിത്രം പഠിക്കണം ആദ്യം. 17 വയസ്സ് തൊട്ട് 3 കൊല്ലം 20 കൊല്ലം എവിടെയായിരുന്നു എന്നുള്ളത്. വ്യക്തമാണ്. ഹിമാചൽ ധ്യാനത്തിൽ പോയിരുന്ന ആളെ മോദി ആദ്യമായിട്ടൊന്നല്ല ധ്യാനം നടത്തുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ക്ഷേത്രത്തിൽ പോയിരിക്കാൻ പാടില്ല. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ പാടില്ല. ഇറാൻ മറ്റേ മരിച്ചുപോയി ആൾക്ക് കൊടുക്കാം ഇന്ത്യ ഇവിടുന്ന് പട്ടാളം പോയിട്ട്. വ്യക്തമാണ് ശ്രീ ജയതിലകന്റെ പ്രതികരണം. മറ്റൊരാൾ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. വളരെ കൃത്യമാണ് ശ്രീ ജയതിലകൻ പറഞ്ഞതിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ. അജയ് ലാൽ തൊടുപുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അജയ് ലാലിന് ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണാനാകും? ഹലോ, എനിക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ധ്യാനം ഇരിക്കാൻ പാടില്ലെന്നോ? എന്തുകൊണ്ട് കൊറോണ ഒഴിവാക്കാൻ വേണ്ടി ധ്യാനം ഇരിക്കാറുണ്ടല്ലോ? ഇത് എന്തെങ്കിലും ഒഴിവാക്കാനല്ലല്ലോ, ഇത് അദ്ദേഹത്തിന്റെ അല്ല, പുള്ളി പേഴ്സണായിട്ട് കാര്യമാണെങ്കിൽ അത് ആ രീതിയിൽ കാണാമെന്ന്. ഈ 14,000 പോലീസുകാരെയും ഈ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സർക്കാരിന്റെ പൈസ ദൂർത്തടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായ നിലപാടുകളാണോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരള മുഖ്യമന്ത്രി പോയി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ ചാനലുകാരെ കൊട്ടിഘോഷിക്കാറുള്ളൂ, അല്ലാതെ കൊട്ടിഘോഷിക്കാറില്ല. ഇപ്പൊ നരേന്ദ്രമോദി കാണിക്കുന്ന പോക്കൃത്തരത്തിന് ഒരു അറുതിയില്ലാത്ത രീതിയിലാണ് ഈ ഇലക്ഷൻ സമയത്ത്. മുഖ്യമന്ത്രി പോയതിന് ഞങ്ങൾ എന്ത് കൊട്ടിഘോഷിക്കാനാണ്? അദ്ദേഹം സ്വന്തം പൈസയിൽ പോയി എന്ന വാർത്തയല്ലേ ഞങ്ങൾ കൊടുത്തത്? അദ്ദേഹം സ്വന്തം പൈസ ചാനല് കാര്യമൊക്കെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതിന് പകരം നമ്മൾ ഇതിലെ വസ്തുതകളാണ് കാണേണ്ടത്. ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി സ്വന്തം പൈസയിലാണ് ഈ ടൂറ് പോയത് എന്ന് പുറത്തു പറഞ്ഞത് ഈ ചാനലുകാരല്ലേ? അതെ, അതെയാവും. മുഖ്യമന്ത്രി അല്ല പറഞ്ഞത്, ഞങ്ങളാ പറഞ്ഞത്. പക്ഷെ അതേ മുകളിൽ തന്നെ ഈ കേരള മുഖ്യമന്ത്രിയെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കുകയും അതേ മുകളിൽ കാര്യങ്ങൾ ഓടിക്കുന്നുണ്ട്. അല്ല, അങ്ങനെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അധിക്ഷേപിക്കല് ഒന്നും എനിക്ക് തോന്നുന്നില്ല അതൊന്നും ഒരു ശരിയായ രീതിയാണ്.
സ്വാഭാവികമായും പ്രതിപക്ഷം അവരെ എതിർക്കുന്നുണ്ടാകും. ആ പ്രതിപക്ഷത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ ഞങ്ങളും കൊടുക്കും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ രാവിലെ എഴുന്നേറ്റെന്നാൽ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചു കളയാം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു കളയാം, പ്രതിപക്ഷ നേതാവിന് അങ്ങനെ ഒരു നിലപാടില്ല. എനിക്ക് എന്താണ് ഈ ആളുകൾക്ക് ഇങ്ങനെ ഇത്രയും ഇതെന്താന്ന് വെച്ചാൽ സ്വാഭാവികമായി ഈ സമയത്ത് നിങ്ങൾ കാണിക്കുന്ന ഇത്രയും വലിയ ഒരു ബിഗ് ഒരു വാർത്തയായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ആ പുള്ളിനെ ഒരു പോസിറ്റീവ് അങ്ങനെ നമുക്ക് അല്ലാതെ ചെയ്യാതിരിക്കും. ശ്രീനാരായണഗുരു പോയി ഇരിക്കുന്ന പോലെ രീതിയിലാണ് പുള്ളിനെ ഒരു ഇമ്പാക്ട് കൊടുക്കുന്നത്. അതല്ല അജയ് ലാൽ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു യാത്ര തുടങ്ങുകയെന്ന് വിചാരിക്കും, സ്വാഭാവികമായും ടെലിവിഷനുകൾ അതിന് പ്രാധാന്യം കൊടുക്കും. ഇപ്പോൾ അതേസമയം മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക യാത്രയുണ്ടായില്ലേ, അത് നമ്മൾ എല്ലാ ദിവസവും കൊടുത്തില്ലേ? മുഖ്യമന്ത്രി കോവിഡ് വന്നപ്പോൾ ജനങ്ങളെ അഭിസംബോധന ചെയ്തില്ലേ, അത് എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു പ്രാധാന്യം മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും കിട്ടുമെന്നുള്ളത് അവർ ജനപ്രതിനിധികളായതുകൊണ്ടാണ്. ആ പ്രാധാന്യം തന്നെ പ്രതിപക്ഷ നേതാവിനും കൊടുക്കാറുണ്ട്. അതായത് ഒരു ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് കൊടുക്കുന്നതിനാണ് വിഷയം. അല്ല, അത് നമുക്ക് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിലായി നമ്മൾ വോട്ട് അഭ്യർത്ഥിക്കുക എന്നല്ലാതെ പ്രധാനം പറ്റില്ല എന്നല്ലാതെ പ്രധാനമന്ത്രി ഒരു സ്ഥലത്ത് വരുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒരു സ്ഥലത്ത് വരുന്നു, മുഖ്യമന്ത്രി പോകുന്നു, അത് കൊടുക്കാറില്ല. ഈ സമയത്ത് അതായത് അത് എനിക്ക് തോന്നുന്നില്ല ശ്രീ അജയ് ലാലിന്റെ നിലപാട് ശരിയാണോന്ന് എനിക്ക്. അത് നിങ്ങൾക്ക് ചാനലുകാർക്ക് തോന്നുന്നില്ല എന്നറിയോ? ഇതിനകത്ത് മേടിക്കുന്ന കാര്യങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്, അതുകൊണ്ടുള്ള വിഷയങ്ങളാണ്. അതാണ് വിഷയം. ആ ചാനലുകാർക്ക് ഒരു വ്യത്യാസവും ഇല്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവരും എന്നറിയോ? ചാനലുകൾ വാർത്ത കൊടുക്കുന്നത് ഞങ്ങൾ കാണുന്നതാണ്. ഈ എല്ലാ ചാനലുകളും എന്ത് വാർത്തയാണ് കൊടുത്തത്? ഞങ്ങൾ ഒരു ഉദാഹരണം എനിക്ക് പറഞ്ഞത്, ന്യൂസ് 18 കൊടുത്ത ഒരു ഉദാഹരണം ഒന്ന് പറഞ്ഞു തരാമോ? എല്ലാ ചാനലുകളും എങ്ങനെ എല്ലാവരും പറഞ്ഞ് കാർഡടിച്ച് പഠിപ്പി അങ്ങ് വലിയൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. ന്യൂസ് 18 ചാനൽ ഇതാ ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ തെറ്റായൊരു വാർത്ത കൊടുത്തു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചുകൊണ്ടൊരു വാർത്ത. ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയെ ചാർട്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാ വാർത്തകളും ചാനലുകളും. അതിനകത്ത് ഒരു ചാനൽ ഇങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നു, ഒരു ഉദാഹരണം കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അങ്ങക്ക് അത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാണ്? ഒരു ഉദാഹരണം, ഇതാ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്നത്തെ വാർത്ത എടുക്കാം. ഇപ്പൊ തന്നെ ഒരു കേസ് വന്നില്ലേ? ഇപ്പൊ ഷോൺ ജോർജ് കാണിക്കുന്ന പ്രവർത്തനം, ഷോൺ ജോർജ് ഒരു ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം ഇല്ല ആ ആരോപണത്തിന് ഇപ്പം ഞങ്ങളിത് ഈ പൊതുവേദി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പല്ലേ എം വി ഗോവിന്ദൻ മാഷിൻ്റെ വാർത്താ സമ്മേളനം കൊടുത്ത ആ വീണ വിജയൻ്റെ കമ്പനിയല്ല വിദേശത്തുള്ള ആ കമ്പനി എന്ന് എം വി ഗോവിന്ദൻ മാഷ് പറയുന്നത്. അത് കൊടുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ പൊതുവേദി തുടങ്ങിയത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അങ്ങനെ തെറ്റിദ്ധാരണകൾ പരത്തുന്ന കാര്യങ്ങൾ അങ്ങ് പറയുക? എനിക്കൊന്ന് അങ്ങ് കുറെ കൂടി ഒരു നിഷ്പക്ഷ മനസ്സോടുകൂടി ഇത് നോക്കിയാൽ അങ്ങക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുമായിട്ടാണല്ലോ നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങൾ. നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്താ? അതെ നിങ്ങൾ പറയുന്ന നിഷ്പക്ഷമായിട്ടാണോ നരേന്ദ്രമോദി ഇത് കാണിക്കുന്നത്? ഞങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ നിലപാട് എന്ത് എന്നുള്ളത് അത് കാണുന്ന പ്രേക്ഷകനാണ് വിലയിരുത്തേണ്ടത്. യെസ്, ഏതായാലും ശ്രീ അജയ് ലാൽ സമയം അതിക്രമിച്ചതുകൊണ്ടാണ്. ഏതായാലും വിളിച്ചതിന് വളരെ നന്ദി. അനിയൻ വിളിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. ശ്രീ അനിയന് എന്തു പറയാനുണ്ട്? സാറേ നമസ്കാരം. നമസ്കാരം. ഇത് പല പ്രാവശ്യം ഞാൻ വിളിക്കുക, വർഷങ്ങളായി 6 മാസത്തോളം 1 വർഷത്തോളമായി ഒന്ന് വിളിച്ച് കിട്ടുമല്ലോ എന്ന് ഓർത്തിരിക്കുന്നു. 1 വർഷം വിളിച്ചിട്ട് ശ്രീ അനിയന് കിട്ടിയില്ല? ഇല്ല, അത് പിന്നെ ഇടയ്ക്ക് നിർത്തി വെച്ചു, കിട്ടാതെ വന്നത്. അത് ഏതായാലും വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഏതായാലും പക്ഷെ 1 വർഷമായി അങ്ങ് ശ്രമിക്കുന്നു എന്നത് പൊതുവേദിയെ സംബന്ധിച്ചിടത്തോളം ഒരു നോബൽ സമ്മാനം കിട്ടിയതിൻ്റെ സന്തോഷമാണ് എനിക്കുള്ളത്. കാരണം അങ്ങ് ഇതിലേക്ക് വിളിക്കാൻ അത്രയും ആഗ്രഹിച്ചു എന്നുള്ളത് തന്നെ. ഏതായാലും അതെന്താണ് സംഭവിച്ചതെന്ന് ഞാനൊന്ന് നോക്കാം. അത് ഞാൻ ഇടയ്ക്ക് വേണ്ട 3-4 മാസം പിന്നെ കിട്ടാന്ന്. അപ്പം തിരക്കല്ലേ സാറേ, നമ്മൾ തന്നെ അല്ലല്ലോ, 1000 പേര് ലക്ഷക്കണക്കിന് ആൾക്കാർ വിളിച്ചോണ്ടിരിക്കുക. കിട്ടിയാലൊരു ഭാഗ്യം, ലോട്ടറി അടി പോലല്ലേ ഉള്ളു. ശ്രീ അജയൻ പത്തനംതിട്ടയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് മല്ലപ്പള്ളി. അനിയൻ മല്ലപ്പള്ളിയിൽ നിന്നാണ് ശ്രീ അനിയൻ വിളിക്കുന്നത്. അതെ, പത്തനംതിട്ട ജില്ലയാണ്, മല്ലപ്പള്ളി താലൂക്ക്. നമ്മൾ ഇന്നലെ ഈ തെരഞ്ഞെടുപ്പോട് എല്ലാം നമ്മള് ചാനലിനെല്ലാം കാണും. പക്ഷെ ചാനലൊക്കെ ഇച്ചിരി ഓവറായി പോകുന്നുണ്ട് നമ്മുടെ കേരളത്തില്, ഈ മതേതര കേരളത്തില് ഇച്ചിരി ചാനലുകള് ഇച്ചിരി ഓവറായി പോകുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഒക്കെ, അതായത് സംഘപരിവാര ശക്തികളുടെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ എടുത്തു കാണിക്കുക. അങ്ങനെ നമുക്ക് ചെയ്യാം എൻ്റെ ശ്രീ അനിയൻ. ഇല്ല, അങ്ങനെയല്ലെന്നേ. അതിപ്പോൾ നമ്മളിപ്പോൾ 3 പേർ മത്സരിക്കുമ്പോൾ 3 പേർക്കും തുല്യ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കാണുമ്പോൾ ഒരു ചെറിയൊരു ഇത് തോന്നും. കാരണം ഒരുപക്ഷെ ആ സ്ഥാനാർത്ഥി അത്ര അറിയപ്പെടുന്ന ആളായിരിക്കില്ല. ഇടതു മുന്നണിയുടെ ഐക്യ മുന്നണിയുടെയും ആളുകളായിരിക്കും കൂടുതൽ അറിയപ്പെടുന്നത്. അപ്പം പക്ഷെ ഞങ്ങൾക്ക് 3 പേർക്കും തുല്യമായി സ്പേസ് കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യം പരമാവധി ഞങ്ങൾ അതിന് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാത്ത ഒരു ഉദാഹരണമൊന്നും താങ്കൾ കാണിക്കാൻ പറ്റില്ല. ഞാൻ തെരഞ്ഞെടുപ്പ് വന്ന ശേഷം സാറേ, തെരഞ്ഞെടുപ്പ് വന്ന ശേഷം
ഇപ്പം പ്രതിപക്ഷം തന്നെ ഈ പ്രാവശ്യം പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന ഈ വർഗീയ ശക്തികളെ മാറ്റി നിർത്താൻ വേണ്ടി ഭയങ്കര പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ അവർക്കൊരു സ്റ്റേജ് കൊടുക്കാത്ത രീതിയിലാണ് മാധ്യമങ്ങളൊക്കെ. അല്ല, പക്ഷെ അവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചാൽ അത് ഏത് ശക്തിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പാർട്ടിയെ അംഗീകരിക്കുകയും അവർ വലിയ തോതിൽ പ്രചരണം നടത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരെയും ഒരേപോലെ കാണാനേ പറ്റുള്ളൂ. ഏതായാലും ശ്രീ അനിയൻ ഇത്രയും കാലത്തിന് ശേഷം വിളിച്ച് കുറേ നേരം കൂടി എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ സമയം അതിക്രമിച്ചു. അടുത്ത തവണ അനിയൻ കുറേ കൂടി നേരത്തെ വിളിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മല്ലപ്പള്ളിയിൽ നിന്ന് അനിയനാണ് വിളിച്ചത്. സുരേന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ സുരേന്ദ്രൻ, നമുക്ക് സമയം അവസാനിക്കാറായി, അങ്ങേ കൂടി ഉൾപ്പെടുത്തണം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത് എരുമേലിയിലെ പ്രേക്ഷകൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിൽ തൊടുപുഴ പ്രേക്ഷകന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് മോദിയുടെ ഗുജറാത്തിന്റെ ഭൂതം അദ്ദേഹത്തിന്റെ പിന്നാലെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ ധ്യാനത്തിൽ പോണത്. പ്രൈവറ്റ് കാര്യമാണ്, ഇങ്ങനെ ചെയ്യണതിൽ എനിക്ക് താല്പര്യമില്ല. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, നമ്മുടെ ജനസമ്പർക്ക പരിപാടിയെ പറ്റി സാറ് പറഞ്ഞു. ജനസമ്പർക്ക പരിപാടി, ധ്യാനം, ഇത് രണ്ടും എങ്ങനെ നിൽക്കണമെന്ന് മനസ്സിലാവും. ധ്യാനം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വല് ചെയ്തോട്ടെ, യാതൊരു പ്രശ്നമില്ല. അത് എല്ലാ ഇങ്ങനെ കാണിക്കുന്നതിൽ ന്യൂസ് 18 അങ്ങനെ കാണിക്കുന്ന നിങ്ങളുടെ താല്പര്യം അങ്ങനെ ആയിക്കോട്ടെ. നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളുണ്ട്. ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആവശ്യങ്ങളും മറ്റുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് കാണിക്കണം. ഞാൻ അത് മാത്രമല്ല പറഞ്ഞു, അങ്ങ് അത് മാത്രം തെരഞ്ഞെടുത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ശശി തരൂർ ഒരു മിനിറ്റ്, ശശി തരൂർ ഈദ്ഗാഹിന് പോയതും AM ആരിഫ് മണ്ണാർശാലയിൽ പോയതും ഒക്കെ വാർത്ത വന്നതെന്നേ. അതെല്ലാം കാണിക്കുന്നുണ്ട് അവര്. സാറ് പറഞ്ഞ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ആളുകൾ പോകുന്ന, രാഹുൽ ഗാന്ധി പോകുന്ന എത്രയോ ആരാധനാലയങ്ങൾ പോകുന്നതിനെ പറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ വന്നാലും ആരാധനാലയങ്ങളിൽ പോകുന്നെല്ലാം കൊടുക്കുന്നുണ്ട്. സാറ് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ, അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞേനെയും. ജനസമ്പർക്ക പരിപാടിയും ഒരു ആരാധനാലയത്തിലേക്ക് പോണതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ഒരു ആരാധനാലയം എന്നതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി വരുന്നു എന്നതാണ്. ധ്യാനം എന്ന് പറഞ്ഞത് വ്യക്തിപരമായിട്ട് ചെയ്യുന്നതാണ്. ഞങ്ങളും ധ്യാനത്തിലിരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ കൂടെ ഒരു മാധ്യമങ്ങൾ വരാറില്ല. അത് പ്രൈവറ്റ് അതുപോലെയാണോ പ്രധാനമന്ത്രി ധ്യാനത്തിലിരിക്കുന്നത്? ഏതായാലും ശ്രീ സുരേന്ദ്രൻ, ഇത് വ്യക്തിപരമായാലും അദ്ദേഹത്തിന് അവിടെ വരുമ്പോൾ അതിനൊരു വാർത്താ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ അങ്ങോട്ട് കാണാൻ പോകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട വാർത്താ പ്രാധാന്യമുള്ള കാര്യമാണ്. അത് കാണാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. അപ്പൊ നമ്മൾ അതിനെ അങ്ങനെ കാണാൻ മാറ്റുമെന്ന് എനിക്കറിയില്ല. ഏതായാലും സമയപരിമിതി കൊണ്ടാണ്. വളരെ നന്ദി ശ്രീ സുരേന്ദ്രൻ. താങ്കൾ എല്ലാ ദിവസവും പൊതുവേദിയിലേക്ക് വിളിക്കുന്ന ആളുമാണ്. സ്വാഭാവികമായി സമയപരിമിതിയുടെ പ്രശ്നങ്ങൾ താങ്കൾക്ക് അറിയുകയും ചെയ്യും. ഏതായാലും ഇത് വിവാദമാക്കണോ എന്ന വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. മോദിയുടെ ധ്യാനം വിവാദമാക്കണോ എന്ന ചോദ്യത്തിന് 43% ആളുകൾ വിവാദ വിഷയം തന്നെ എന്ന് നിലപാടെടുത്തു. അതേസമയം 57% ആളുകൾ അത് ശ്രദ്ധിക്കേണ്ട വിഷയം അല്ല എന്ന നിലപാടും സ്വീകരിച്ചിരിക്കുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോകും മുമ്പ്